സോ ഹേ ഗൈസ്, ലാസ്റ്റ് ഓഫ് അസ് പാർട്ട് 1ന്റെ സെക്കൻഡ് വീഡിയോ ആണിത്. ഞാൻ ഇന്നലെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തായിരുന്നു. അപ്പം ബാക്കി നമ്മൾ എൻ്റെ കണ്ടിന്യൂഷൻ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പം നമ്മൾ ഇന്നലത്തെ നമ്മുടെ ഗെയിം പ്ലേ വീഡിയോ കാണാത്തവർക്ക് വേണ്ടി ഞാനൊരു റീക്യാപ്പ് പോലെ പറഞ്ഞുതരാം. ഇന്നലെ നമ്മുടെ സിറ്റിയിൽ ഒരു പാരസൈറ്റ് സ്പ്രെഡായി. ഫയർഫ്ലൈസ് എന്ന് പറഞ്ഞൊരു ഓർഗനൈസേഷൻ ആണ് അതിന്റെ പിന്നിലുള്ളത്. നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടി രക്ഷപ്പെടുകയെന്ന് ആരൊക്കെയാന്ന് വെച്ചാൽ ലൈക് പ്രൊട്ടഗണിസ്റ്റ് ആയിട്ടുള്ള ജോയലും സാരയും അയാളുടെ മോളായ സാറ, പിന്നെ അയാളുടെ ഒരു ഫാമിലി ഫ്രണ്ടായ അയാളുടെ പേര് ഞാൻ പറഞ്ഞല്ലോ, ടോമി. അപ്പൊ നമ്മൾ മൂന്നുപേരും കൂടെ ഇറങ്ങി ഓടി. അതിന്റെ ഇടയിൽ ഒരു മിലിറ്ററിനെ കണ്ടു. അവര് നമ്മൾ ഇൻഫെക്റ്റഡ് ആണെന്ന് വിചാരിച്ച് നമ്മളെ വെടിവെപ്പിൽ സാര മരിച്ചതായി കാണിക്കുന്നു. പിന്നെ 20 വർഷത്തിന് ശേഷമുള്ള ജോയൽ ഒരു സ്ഥലത്ത് മാറി നിൽക്കുന്നു, ഒരു ക്വാറന്റൈൻ ഏരിയയിൽ. അപ്പൊ അവരെ എന്തോ പിറകെ എന്തോ ബാക്ക് സ്റ്റാബ് ചെയ്തെന്ന് പറഞ്ഞ് നമ്മള് ഒരു റോബർട്ട് ആ നായിന്റോനെ കണ്ടുപിടിക്കാൻ പോകുന്നു. അത്ര വരെ നമ്മൾ കളിച്ചു നിർത്തിയത്. നമുക്കിനി അവിടുന്ന് നമ്മുടെ യാത്ര അങ്ങ് തുടങ്ങാം. 20 years. ഇന്നലെ നമ്മൾ കളിച്ചതിൽ നമ്മൾ ജസ്റ്റ് ആ ഗെയിമിന്റെ അകത്തോട്ടുള്ള ഒരു എൻട്രി വരെയായിരുന്നു. അതായത് ഒരു സ്ലോ പേസിൽ പോയത്. ഇനി തൊട്ട് നടക്കപ്പോകൃത് യുദ്ധം. അപ്പൊ നമുക്ക് നടക്കാം. ഓ, ഇതിന്റെ സൗണ്ട് ഇച്ചിരി കുറവാണല്ലേ? സൗണ്ട് നമുക്ക് സെറ്റ് ചെയ്യാം. വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഒരു സെക്കൻഡ്. ഇതിന്റെ ഗെയിം സൗണ്ട് നമുക്ക് സെറ്റ് ചെയ്തോട്ടെ. നോക്ക്, ഫുൾ എക്സ്പീരിയൻസ് ആണ് നമുക്ക് വേണ്ടത്. ഫുൾ എക്സ്പീരിയൻസ്, ഓഡിയോ, മ്യൂസിക് എല്ലാം 100-ലാണ് കിടക്കുന്നത്. സ്ക്രീൻ എന്താണ്ട് ഇതൊന്നും മനസ്സിലാവുന്നില്ല. ഗൈസ്, എല്ലാം ഓപ്പൺ ആണെന്നാണ് കിടക്കുന്നതെന്ന് തോന്നുന്നത് കേട്ടോ. അപ്പൊ എന്തെങ്കിലും വേറെ പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി. ഓക്കെ ഗൈസ്, അപ്പൊ നമുക്ക് ഇതിലോട്ട് പോവാം, വീഡിയോയിലോട്ട് പോവാം. ഓഡിയോ കാര്യങ്ങളൊക്കെ സെറ്റ് ആണല്ലോ. ഓക്കെ, ഇങ്ങനെ പോണത് ഓടാൻ പറ്റത്തില്ലല്ലേ എപ്പോഴും. ഓക്കെ, നമ്മളിപ്പം റോബർട്ട് ആ കിഴങ്ങനെ കണ്ടുപിടിക്കണം. അതാണ് ഫസ്റ്റ് പരിപാടി. ഓ, കണ്ട കർഫ്യൂ ഹൗസ് ഇവിടെയാണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടെയാണ് നമ്മുടെ നിൽക്കാൻ പറഞ്ഞത്. കണ്ട റേഷൻ കടയൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ നമുക്ക് റേഷനൊക്കെ തരും. പക്ഷെ ഇപ്പം തരത്തില്ലെന്നാണ് പറഞ്ഞത്. സ്പീഡ് വാ. ഇവരെന്ത് വരാത്ത? തട്ടിട്ട് ഓടിപ്പോ. ഉണ്ണിയേട്ടൻ ഫാസ്റ്റ്. ഓക്കെ, ആൾക്കാർ എടുത്തിട്ട് പെരുമാറുന്നുണ്ട് മിലിറ്ററിക്കാര്. നമ്മളെ ഒരു 20 വർഷം മുന്നേ ഒന്ന് പെരുമാറിയത്. പിന്നെ അങ്ങോട്ട് പോയേ വേണ്ട. വണ്ടി BRDF കണക്കിരിക്കുന്നു. സോറി. അപ്പൊ നമുക്ക് ഫ്രണ്ടിൽ പോകാം. ഐഡിയ കാണിച്ചാലേ ആളെ പുറത്തു കൊടുത്തുള്ളൂ. ഇവിടെ എന്ത് പരിപാടി? ഫ്രണ്ടിനെ കാണാൻ പോകുന്നതാണ്. ഫ്രണ്ട് ആരാ? റോബർട്ട്. അതാണ് കാണാൻ പോകുന്നത്. ഇപ്പൊ എന്തൊക്കെയോ പൊട്ടി. ഓ, ഇത് അടുത്ത ഫയർഫ്ലൈസിന്റെ അറ്റാക്ക്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അയ്യോ, ഇങ്ങനെയാണ് ഉദ്ദേശിച്ചത്. ഓടിപ്പോ. ഇനി ഇവിടെ നിന്നാൽ ശരിയാകത്തില്ല. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? കണ്ടം പിടിക്കണം. ഒറ്റ ഓട്ടത്തിനുള്ള കണ്ടം പിടിച്ചോണം. അല്ലെങ്കിൽ നമ്മൾ ആ പൊടിയുടെ കൂട്ടത്തിൽ പറന്നങ്ങ് പോകും.
ഓടിക്കോ ഓടിക്കോ. എന്നെ കൊണ്ടോ എന്നെ കൊണ്ടോ എന്നെ കൊണ്ടോ. തുറക്ക് തുറക്ക് തുറക്ക്. കണ്ട ഫയർഫ്ലൈസ് ആണ് പിന്നെ അതുള്ള മെയിൻ നാറുകള്. ചുമ്മാ നമ്മളെ കൊല്ലാൻ നോക്കുക. പോവാൻ പറ്റത്തില്ല എന്താ. ഓ ഹെൽത്ത് കിറ്റ് എക്യുപ്പ് ചെയ്ത് ഇത് ഹീൽ ചെയ്യാം. ഓ അപ്പൊ നമ്മള് ഹീൽ ചെയ്യാൻ പഠിച്ചു. നമുക്കിപ്പം ഹീൽ ചെയ്യാൻ മാത്രമേ നമ്മൾ പഠിച്ചിട്ടുള്ളൂ ഇതുവരെ. ഒന്നും പറ്റിയിട്ടില്ല. എന്താണ്ട് ഇരിക്കുന്നുണ്ട്. ഇതാണ് റോബർട്ട്. അല്ലല്ല. ഓ നമ്മുടെ ശബ്ദം വരയ്ക്കും. ചുരുക്കം പറഞ്ഞാൽ റോബർട്ട് ഒരു വലിയ വള്ളിയാണ്. എല്ലാവരും തപ്പി നടപ്പുണ്ട് ഇപ്പൊ അവനെ. ഫയർഫ്ലൈസും തപ്പി നടപ്പുണ്ട് ഇപ്പൊ. ഒരുത്തി ഇരുന്നോ നിന്ന്. അങ്ങനെ വേണം നമ്മൾ മനുഷ്യരായ. എന്ത് വലിയ പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ അങ്ങ് ഉറങ്ങണം. വലിയ ലോകം നശിച്ചുകൊണ്ടിരിക്കുക, അവനതൊന്നും ബാധകമല്ല. അവൻ ഉറക്കമാണ് മെയിൻ. മെർലിൻ എന്ന് പറഞ്ഞ ഒരാളും റോബർട്ടിനെ നോക്കുവാണെന്ന്. ഓക്കെ, അപ്പം നമുക്ക് ഫയർഫ്ലൈസിനെ കണ്ടുപിടിക്കുന്ന റോബർട്ട് എന്ന് പറയുന്ന ഒരു ഹൈ ക്ലാസ് വള്ളി. അപ്പൊ എല്ലാവരും തപ്പി നടക്കുന്നത്. അപ്പൊ നമ്മൾ ആദ്യം അവനെ കണ്ടുപിടിക്കണം, എന്നാലേ നമ്മുടെ കാര്യം നടക്കത്തുള്ളൂ. കണ്ട കണ്ട കണ്ട, ഇതാണ്. അല്ല, ഇത് കാടാ. ഇതെന്താ സാധനം? ഓക്കെ, ഡാർട്ട് എടുക്കുന്ന സാധനം. എന്താ ഇവിടെ എന്ത് പരിപാടി? ഓ, ഇത് തുറക്കാൻ പറ്റണോ? അയ്യോ അയ്യോ അയ്യോ. ചെറിയ കാറ്റാണ്. ഞാൻ വരച്ചങ്ങ് പോയെന്ന് താഴോട്ട്. അവളവിടെ പോയി. ഓ ഇങ്ങനെ വിഷയം. അണ്ടർഗ്രൗണ്ട് ബേസ്മെന്റ് ഒക്കെ ഉണ്ട് കേട്ടോ നമുക്ക്. മാഫിയ വലിയ ആളാ നമ്മള്. പെരിയ പുള്ളിയാ. എല്ലാം എടുത്തോണ്ടോ, ഒന്നും ബാക്കി വെച്ചേക്കണം. നമുക്ക് തോക്കി കിട്ടി ഗായ്സ്. ഇനി ഇവിടെ പരവീടിയ, ഒന്നും നോക്കണ്ട. ചുട്ടിക്കേറ്റ് എല്ലാം എടുത്തങ്ങ് വയ്ക്കാം. അപ്പൊ നമ്മള് എല്ലാം സെറ്റ് ചെയ്ത് റോബർട്ടിനെ കണ്ടുപിടിക്കാൻ പോവാ. കണ്ണൊക്കെ റീലോഡ് ചെയ്ത് തുറക്കടാ. എന്ത്? ഓ, ആദ്യം ഞാൻ അല്ല, ആദ്യം ഇവിടെ കയറ്റി വിടണം. ഇപ്പം കൈ അങ്ങ് വിട്ട് തള്ളിയിടണമായിരുന്നു. നീ എന്നെ കയറ്റണം. ഇനി എന്നെ കയറ്റ്. കൈതാ. എന്താ ഇത്? ഗടകമ്പട. അയ്യോ അയ്യോ വലിഞ്ഞ് അമ്മച്ചി. അയ്യോ, കയറി. ഇനി നമുക്ക് ഇവിടെ നിന്ന് പയ്യെ നോക്കിയും കണ്ടൊക്കെ ഇറങ്ങണം. അല്ലെങ്കിൽ സോംബികൾ പിടിച്ച് പടവാം. സെറ്റ്. അടച്ചോ. ഓ, നമ്മൾ അവിടെ നിന്ന് ഇവിടം വരെ എത്തി. ഇതെന്താ? ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കണ്ട, ഞാൻ പറഞ്ഞില്ല, ഈ ഗെയിമിന്റെ ഒക്കെ ഗ്രാഫിക്സ് കണ്ട. നിങ്ങളെല്ലാരും കാണാം, ഞാൻ കാണാം, നിങ്ങളും കാണാം. കണ്ട, ഞാൻ പയ്യെ കാണിച്ചുതരാം. കണ്ട, വിഷയല്ലേ? ഞാൻ റോബർട്ട് കാട്ടിനകത്തേക്കാണ് വിളിച്ചിരിക്കുന്നത്. ഓ വിഷയം. ഇതിനെ പിടിക്കാൻ പറ്റില്ല. ഇനി സോംബി സിനിമയ്ക്ക് ഇങ്ങനെ ഇരിക്കാം. ലാഡർ ഇവിടെ. ഓ, ഇതാണ് ലാഡർ. ഇവള് നമ്മളെ കൊണ്ട് പണിയെടുപ്പിക്കുക കേട്ടോ. എനിക്ക് പിടിക്കുന്നില്ല. നമ്മളെ കൊണ്ട് ചുമ്മാ പണിയെടുപ്പിക്കുന്നുണ്ടേ. വെച്ച് ഞാൻ ആദ്യം വെച്ചത് ഞാൻ കേറി പോകുന്നത്. വല്ല കല്ലും ഉണ്ട് ഇവിടെ എടുത്ത് എറിഞ്ഞിടായിരുന്നു. ഉണ്ണിയേട്ടൻ സെക്കൻഡ്. ഓ, ഇവിടെ നല്ല വ്യൂ ഉണ്ടല്ലോ. വേണ്ട, ചിലപ്പം താഴോട്ട് ചാടും. ഞാൻ പിന്നെ വലിഞ്ഞു കയറേണ്ടി വരും. ഞാൻ പൊക്കോളാം. എനിക്കാണ് പേടിയില്ലാത്ത. നിനക്ക് ഭയങ്കര പേടിയാ. എന്നെ തള്ളിയിടും. മാറി. ലൈറ്റ് ഇട്ടിട്ട് പോവാം. കാരണം ഇവിടെ എന്തൊക്കെ നാറുകൾ ചാടി വരുമെന്ന് പറയാൻ പറ്റില്ല.
ഈ വഴി വാ. മാസ്ക് വെക്കാം അത് നമുക്ക് കൊറോണ വരും അല്ലെങ്കിൽ. വാ. ആ ദാണ്ട കുഴി ഇതാണ് കുഴി. ഈ കുഴി കൂടെ കയറി നമ്മൾ പോണം കേട്ടാ. ആരാ? ഹായ് ബ്രോ. ഓക്കെ ഉറങ്ങിക്കോ ഞാൻ പോണു. അപ്പൊ ആ വഴി ഏത് വഴിയാ? ഈ വഴിയല്ലേ? മാറണം പിന്നെ നിക്കുവാ വന്നു. ഓക്കെ ഗായ്സ്, ഈ വഴിയായിരിക്കും മിക്കവാറും തോന്നുന്നത്. നിങ്ങൾ എവിടെയാ നോക്കുന്നേ? ആ താണ്ട് ഈ വഴിയാണ് ഇത് മാറ്റാൻ പറ്റും നമുക്ക്. വിഷയം തന്നെ നമ്മൾ തിരിച്ചൊക്കെ അടച്ചിട്ടേക്കരുത് അല്ലേ? ഇവരങ്ങ് തീർത്തേക്കാം. എന്റെ ഫസ്റ്റ് കില്ല ദൈവമേ, മിന്നിച്ചേക്കണേ. മിന്നിച്ച് പോവാ. മാറണം, ഞാൻ പറഞ്ഞു എന്റെ മുന്നിൽ നിന്ന് മാറാം. ഞാൻ പൊക്കോളാം, എനിക്കറിയാം വഴിയൊക്കെ. എന്താ ശബ്ദം കേൾക്കുന്നു? ഈ സൈഡ് അപ്പുറ സൈഡാ. അത് തന്നെ. താണ്ട് ആട്ടി പിടി വെക്കാം. ഹോൾഡ് R1 ടു ലിസൺ. കേട്ട് നോക്കാം. ഓ ഓ ഓക്കെ എന്ത് ചെയ്യും? അതിന്റെ മതി, ഇവിടെ വാടാ നീ. കൊന്നോളെ. ഇത് കൊറേ സമയം പിടിക്കും. ഇതാണ് ടാസ്ക്. അയ്യോ, ഇനി ഉണ്ടെന്ന് തോന്നുന്നു. നമുക്കൊന്നുകൂടെ കേട്ട് നോക്കാം. ഞാൻ പറഞ്ഞില്ലേ, രണ്ടുപേരും കൂടെ അവിടെ നിന്ന് സദ്യ കഴിക്കുക. ദൈവമേ, മിന്നിച്ചേക്കാം. ഒന്നും തെറ്റി. മിന്നിച്ചു. ഞാനും ഇരിക്കുന്ന എന്നെ ഇരിക്കുന്ന വെള്ളച്ചിലെടുക്കരുത് എൻ്റെ അടുത്ത്. എന്നെ ഇരിക്കുന്ന ഇറണം കേട്ടോ. നീ വഴി അല്ല, ഈ വഴി സ്റ്റെപ്പില്ല, ഈ വഴിയോളം ഞാൻ ആദ്യം ഓടിപ്പോ. എനിക്കാരും പേടിയില്ല. ഞാൻ ആദ്യം ഓടിപ്പോ. ഐ ഫിയർ നോ വൺ. നീ എവിടെയാ? ചാടിയില്ലേ? ഞാൻ ചാടി തെറ്റി. വാ നോക്കാം. റോബർട്ട് എവിടെയാടാ? ഇത് ആര് വെയും? വീരപ്പനാ ഇങ്ങനെയൊക്കെ പോയിരിക്കായി? എന്റെ എക്സ്പ്ലോറിങ് ഇച്ചിരി കൂടിപ്പോയെന്ന് തോന്നുന്നു. ഈ വഴി. പിന്നെയും പറ ലേഡീസ് ഫസ്റ്റ് ഒന്ന് തോന്നി. ഇവൻ പറയും, അതല്ലേ അപ്പുറം പറയും. പക്ഷെ ഞാനൊരു ജെന്റിൽമാനാ, അതുകൊണ്ടാ ലേഡീസ് ഫസ്റ്റ്. ഓടിപ്പോ. പ്ലാങ് എവിടെ? ഈ നിൽക്കുന്നു. ഡോണ്ട് വറി, ഐ ആം ഹിയർ. ഡോ ഫിക്കർ മാച്ച്. ഇവിടെ നിന്ന് ഇറങ്ങി ഇങ്ങോട്ട് വന്ന് ഇവിടെ നിന്ന് നേരെ താഴെ ചാടിപ്പോയി പ്ലാങ് അങ്ങ് എടുത്ത് ഞാൻ. അത്രേ ഉള്ളൂ. എന്നിട്ടിത് ഇവിടെ കൊടുക്കണമായിരിക്കും മിക്കവാറും. വെച്ചു. വെയിറ്റ് ഉണ്ട് ഇച്ചിരി, പയ്യെ എടുക്കണേ. ഓക്കേ, തിരിച്ചു കയറാം നമുക്ക്. നമുക്ക് തിരിച്ചു കയറാം. നമുക്ക് തിരിച്ചു കയറാം. ഞാൻ അവളെ പാടാ, അവളെ വെച്ചോളുന്നാണ് അവകാശപ്പെടുന്നത്. പട്ടം മാറിപ്പോയി കുത്തുന്ന എപ്പോഴും. മാറിക്കോ, ഞാൻ പൊക്കോളാം. മാറിക്കോ. ഈ മാറാണ് ഫുള്ളത്. റോബർട്ട് എവിടെ? ഇത് അമ്മേ. റോബർട്ടേ എവിടെ? റോബർട്ടേ നീ? റോബർട്ട് ഇവിടെ. ഈ വഴി, ഈ ഡോറാ. ഈ പെണ്ണിനെ ഞാൻ കൊല്ലും കേട്ട. വഴി തെറ്റിച്ചു വിടുന്നതന്നെ. അടച്ചിട്ടേക്കാം.